ഹലോ ഗൈസ്, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയാനുള്ള ഒന്ന് കാണിച്ചു കൊടുക്കാം, നമുക്ക് കണ്ടാൽ ഞാൻ മനസ്സിലാവും ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ബാൽക്കണി എന്നുള്ളൊരു വ്യൂ എന്താണെന്നുള്ളത്. അതായത് ഊട്ടിയുടെ സെൻട്രലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത്. ടൈഗർ ഹിൽസ് ആണ് ലൊക്കേഷൻ വരുന്നത്. നമുക്ക് ഇപ്പോൾ ഊട്ടി ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് വരാനുള്ളൂ. അടിപൊളി ലൊക്കേഷനാണ്, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ ഈ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിച്ചു കേട്ടോ. ഓക്കെ, മഴയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിട്ടൊരു ക്യാമ്പ് ഫയർ കിട്ടിയിരുന്നു കഴിഞ്ഞാൽ കിടിലമായിരിക്കും കേട്ടോ. കിടിലം പ്രോപ്പർട്ടി അല്ലേ? അതെ, കിടിലം ക്ലൈമറ്റും ഒരു ചെയ്ത് വെച്ചേക്കുന്ന മെയിൻ്റെനൻസ് ഒക്കെ പക്ക. ഇനി ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം കേട്ടോ. മെയിൻ ഡോർ തുറന്ന് ശരിക്കും നേരെ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു ഹോളുണ്ടല്ലോ, അത്രയും വലിപ്പമുള്ളൊരു ഹോൾ കേട്ടോ. ഇവിടെ ഇവർ ചെയ്തേക്കുന്ന ഒരു ഇൻറ്റീരിയർ പരിപാടി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ക്ലാസ്, ഒരു റോയൽ ലുക്കിലാണ് അവർ ചെയ്തേക്കുന്നത്. ഒരു പാലസൊക്കെ പോലെ നമ്മൾ ഊട്ടിയിൽ ഫിലിമിലൊക്കെ കാണൂലേ, അതേപോലെ ചെയ്തേക്കുന്ന ഇത് കണ്ടോ. മറ്റേ നമ്മളെ ഉള്ളിൽ വരുന്ന ക്യാമ്പ് ഫയറിനുള്ള സ്പേസ്, അതിൻ്റെ മുകളിലൊരു TV, ഈ ഒരു സോഫ സെറ്റൊക്കെ നോക്കിയാൽ നമ്മൾ ഈ കൊട്ടാരത്തിലൊക്കെ കാണുന്ന പോലത്തെ അടിപൊളിയല്ലേ മൊത്തം. ലൈക്ക് ഈ ഒരു മിറർ കണ്ടോ, നമ്മൾ ഈ പണ്ടത്തെ കൊട്ടാരത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കിടിലം മിറർ, അവിടെ കുറച്ച് ഫ്ലവേഴ്സ്, ഈ ഒരു ലൈറ്റ് കണ്ടോ, ഷാൻലിയർ എന്ന് എന്താണെങ്കിലും പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കിടിലല്ലേ, പക്ക ഒരു റോയൽ ലുക്ക്, ഒരു പാലസ്. ലൈക്ക് ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി, ഞാൻ ഊട്ടിയിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട് ഇതുണ്ടോ. ഞാൻ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇതൊക്കെ അടിപൊളിയല്ലേ, കൊട്ടാരത്തിലൊക്കെ ഉള്ള പോലത്തെ പക്ക ഒരു ഡൈനിങ് ടേബിള്. ഇവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു നോർമൽ ചെസ് ബോർഡ് വെക്കാം, പക്ഷേ ഇവർ ചെയ്തേക്കുന്ന ഇൻറ്റീരിയറായിട്ട് ഭയങ്കരമായിട്ട് മാച്ചായിട്ടുള്ളൊരു പ്രീമിയം ചെസ് ബോർഡ് ആട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ചെസ് ബോർഡ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു പ്ലേസ് ചെയ്തേക്കുന്നുണ്ടോ, ഇത് ഗോട്ടിയല്ലടാ. നോക്കി ഒരു ലാമ്പുണ്ട്, അതിൻ്റെ 2 സൈഡിൽ ഒരു ഫ്രെയിം പോലെ കിട്ടിയ പ്ലേറ്റിൻ്റെ ഒക്കെ വോക്കുണ്ടല്ലോ, നമുക്കിങ്ങനെ ഫീൽ ചെയ്യട്ടെ ചെയ്യുമ്പോൾ. ഇവിടെ ഒരു അടിപൊളി ഒരു ക്ലോക്ക്. ഈ ഒരു ഹോളൊന്നും പറയാനില്ല കേട്ടോ, അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ വേർഡ്സ്. റൂമൊന്നും വേണ്ട, ഇവിടെ കിടക്കാം. കണ്ടോ ഇതിൻ്റെ ഒരു സൈസ് കണ്ടോ നിങ്ങൾ? അതായത് കറക്റ്റ് ഇവിടെ ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്തേക്കുന്നത് കറക്റ്റ് പക്കയായിട്ടാണ്. ഈവൻ ഒരു പ്ലാന്റ് ആയിക്കോട്ടെ, ഈ ഒരു മിറർ ആയിക്കോട്ടെ, ഡീറ്റെയിലിങ് അപാരമാണ്. ഈ ഒരു ലൈറ്റും പരിപാടിയൊക്കെ അതെ മെയിൻ ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് ഈ ഒരു ബാൽക്കണി. ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് എത്തിപ്പെടുന്നത്. ഓക്കെ, രാവിലെ ഒരു മോർണിംഗ് ഒരു കോഫി കുടിക്കാനായിട്ട് ഈ ഒരു വ്യൂ ആസ്വദിച്ച് അടിപൊളിയായിരിക്കും. നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇൻറ്റീരിയറിൽ ഇത്രയും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കിളി പോയൊരു ഇൻറ്റീരിയർ ഈ പ്രോപ്പർട്ടിയുടെ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ, പക്ക പ്രീമിയം സ്റ്റാൻഡേർഡ് ബെഡ്റൂം. ഇവിടെ ഒരു മിററുണ്ട്. ഈ ബെഡൊക്കെ ഒരു അറേഞ്ച് ചെയ്താൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായി ഈ പ്രോപ്പർട്ടീൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത്. ഇവിടെ ഒരു ഷാൻഡിലിയർ ഉണ്ട് കേട്ടോ. ഓക്കെ, പക്ക രാജകൊട്ടാരത്തിലൊക്കെ ഉള്ള പോലത്തെ ലൈറ്റിങ്, ഈവൻ കേട്ടൺ വരെ വേണമെങ്കിൽ സിമ്പിൾ കേട്ടൺ കൊടുക്കാം. പക്ഷെ ആ കേട്ടൻ്റെ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അടിപൊളിയല്ലേ. പിന്നെ അടുത്ത് വാഷ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എനിക്ക് ഈ ഒരു മിററൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മൾ പഴയ തറവാടുകളിൽ കാണുന്ന പോലത്തെ ഒരു ഹെറിറ്റേജ് ലുക്കുള്ള ഇൻറ്റീരിയർ കാര്യങ്ങളാട്ടോ. ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി നമ്മളിപ്പോൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിനെക്കാട്ടി അവരുടെ സ്പേഷ്യസ് ആണ്. ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ചാരസാരം ഉണ്ടോ, അതൊക്കെ പ്ലേസ് ചെയ്തേക്കുന്നത്, അത് വേണമെങ്കിൽ ഇവർക്കൊരു കോർണറിൽ പ്ലേസ് ചെയ്യായിരുന്നു, പക്ഷേ ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. 2 പേർക്ക് കംഫർട്ടബിളായിട്ട് കിടക്കാം ഈ ഒരു ബെഡിൽ. വേണമെങ്കിൽ നമുക്ക് 2 എക്സ്ട്രാ ബെഡ് ഈസി ആയിട്ട് നമുക്ക് ഈ റൂമിലിടാം. പിന്നെ ഈ ഒരു വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ബാൽക്കണീൻ്റെ വ്യൂ ഉണ്ടോ,
നമുക്ക് ഈ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. അടിപൊളിയല്ലേ, പക്ക പ്രീമിയം ക്ലാസ് വെൽ മെയിൻറ്റൈൻഡ് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടി ഞാൻ സ്പെഷ്യലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഫാമിലീസിനും കപ്പിൾസിനും കേട്ടോ. നിങ്ങളൊരു ഹണിമൂണിനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പ്രോപ്പർട്ടി. ഇതാണ് ഈ ഒരു റൂമിൻ്റെ വാഷ്റൂം വരുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് സൈസാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ ഒരു ഫുള്ള് പ്ലേറ്റും പോട്ട്സൊക്കെ ആയിട്ടൊരു ഷോക്കേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും മറ്റേ റോയൽ സാധനങ്ങൾ. ഇത് ലോക്ക്ഡാണ്, ജസ്റ്റ് ഷോ പീസ് മാത്രം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഈ ഒരു ചെസ് ബോർഡ് ഉണ്ടോ നിങ്ങൾ, കിടിലൻ. ഞാൻ ഇങ്ങനത്തെ ചെസ് ബോർഡ് ആദ്യമായിട്ടാണ് അല്ലേ. പ്രീമിയം ഇതും കൊണ്ടൊക്കെ ഒരു വെട്ടുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അടിപൊളി സാധനം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ലായിരുന്നു അല്ലേ. അടിപൊളി. ഇവിടെ ക്യാരം ബോർഡ് വരുന്നുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഒരു ബാൽക്കണി. അതായത് വേ ടു ഹെവൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു വ്യൂ നിങ്ങൾ നോക്കി നോക്കുക. ഈ ഒരു വ്യൂ മാത്രം മതി നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാനായിട്ട്. ഊട്ടീൻ്റെ ഔട്ടർ ഒന്നുമല്ല, ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് ഊട്ടീൻ്റെ മോസ്റ്റ് സെൻറ്റർ ആൻഡ് പ്രൈം ലൊക്കേഷനായിട്ടുള്ള ടൈഗർ ഹിൽസിലാണ്. ഇതാണ് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന വ്യൂ. ഇതിൽ കൂടുതൽ നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടേ? നിങ്ങളിപ്പോൾ ഒരു സൈറ്റ് സീയിങ്ങിനും പോകണ്ട, നിങ്ങൾ ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഊട്ടി വന്നാൽ നിങ്ങൾക്ക് വേർത്താം. അത് ഞാൻ ഗ്യാരണ്ടി. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ പറയാണ്ട് തന്നെ മനസ്സിലാവും. ഇപ്പോൾ നല്ല മഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല തണുപ്പുണ്ട്, നല്ല വിറച്ചാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഈ ഒരു വ്യൂ ഉണ്ടെങ്കിൽ ഒന്നും വരാൻ തോന്നുന്നില്ല. അത്ര അടിപൊളി പ്രോപ്പർട്ടി കേട്ടോ. ഇത് ആക്ച്വലി 3 ബെഡ്റൂം പ്രൈവറ്റ് വില്ലയാണ്, പ്രീമിയം പ്രോപ്പർട്ടിയാണ്. ചിലപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടീൻ്റെ വില്ലയുടെ ഔട്ട് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇത്രയും കിടിലാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു പാലസ് ടൈപ്പിലാണ് ഇൻറ്റീരിയർ പരിപാടിയൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വ്യൂ ഉണ്ടോ നോക്കിയേ, എന്ത് ഭംഗി നോക്കിയേ. ഈ ഒരു സൈഡ് ഒരു പക്ക ഒരു വാലി വ്യൂ. അവിടെ ഫുള്ള് നമുക്ക് ഓരോ വില്ലേജ് കാണാം. ഭയങ്കര രസമുള്ള സ്ഥലം, അത്രയും പീസ്ഫുള്ളാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ വിശേഷങ്ങൾ. ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടോ ഞാൻ ചോദിക്കാനുള്ള കാരണം എനിക്ക് അത്ര ഉറപ്പാണ് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ട് ഇരിക്കില്ല, കാരണം അത്രയും പൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും അങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഈ പ്രോപ്പർട്ടി കാണുമ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ലൈക്ക് നിങ്ങൾക്ക് അത്രയും വേർത്തായിട്ടുള്ള പ്രൈസിങ്ങിൽ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത്, അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലീസ് ആണെങ്കിലും ബാച്ചിലേഴ്സ് ആണെങ്കിലും കപ്പിൾസ് ആണെങ്കിലൊക്കെ ഈ പ്രോപ്പർട്ടി അലോഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഊട്ടിയിൽ വരികയാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഈ ഒരു വ്യൂവിലെ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടില്, അതായത് ഊട്ടിയുടെ ഒരു മെയിൻ ഏരിയ അല്ലേ, ഈ മെയിൻ ഏരിയ മൊത്തം നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് കാണാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലം പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസായിട്ട് നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നതാണ്. ഊട്ടിയിൽ നമ്മൾ കുറച്ചധികം വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.